നിങ്ങളൊരു മിൽക്കിംഗ് മെഷീൻ വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ പറയുന്ന ടെക്നോളജി ഉണ്ടോ എന്ന് നോക്കി വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പശുവിൻ്റെ ജീവന് തന്നെ ആപത്താണ്. മിൽക്കിംഗ് മെഷീൻ ഇൻഡസ്ട്രിയിൽ തന്നെ ആരും കൊടുക്കാത്ത പൾസേറ്റർ, അതും വാട്ടർ പ്രൂഫ് പൾസേറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ടെക്നോളജി കൊടുക്കുന്നതുകൊണ്ട് തന്നെ പാല് നിറഞ്ഞാലും കറവ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആകും. ഇപ്പം നിങ്ങൾ ഈ മിൽക്കിംഗ് മെഷീൻ എടുക്കുവാണെങ്കിൽ നമ്മൾ 6500 സ്പെയർസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു 15 പശുക്കൾ വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പശുവിനെ കറക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. അതല്ല, നിങ്ങൾ ഫാം അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ് മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ഒരു 15 പശുക്കളെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിയെ കൈകൊണ്ട് കറന്ന് പശുക്കളെ കറക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പുറമെ നിന്ന് ഒരാളെ വിളിക്കും. ആൾക്കൂലി എന്തായാലും അധികമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പാൽ ഉൽപ്പന്നം കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആൾക്കൂലിൽ ആ പൈസ കൊടുത്ത് മൊത്തം നഷ്ടമാവും. അല്ല, നിങ്ങൾക്ക് പാൽ ഉൽപ്പന്നം കുറവാണെങ്കിലോ അതിലും നഷ്ടമായിരിക്കും. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ ബെസ്റ്റ് മിൽക്കിംഗ് മെഷീൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു മിൽക്കിംഗ് മെഷീൻ വാങ്ങിക്കണം. അപ്പോൾ ഈ മിൽക്കിംഗ് മെഷീൻ മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ഉള്ളിലുള്ള പൾസേറ്റർ നോക്കണം. നമ്മളെന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫ് പൾസേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SSL ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. ആ ഒരു പ്ലാസ്റ്റിക്കിലായിരിക്കും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൈഫ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ MDBയിൽ നമ്മൾ SSC കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ലൈഫായിരിക്കും, ഒരുപാട് നാൾ നീണ്ടു നിൽക്കും. പൾസേറ്റർ മോഡലായതുകൊണ്ട് മറ്റെന്താണ് ഗുണമെന്ന് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പശുക്കുട്ടി പാല് കുടിക്കുന്ന എഫക്റ്റ് ആയിരിക്കും പശുവിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പശുവിന് ഇറിറ്റേഷൻ അല്ലെങ്കിൽ പശുവിൻ്റെ അകലിൽ നിന്ന് ബ്ലഡ് വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പൾസേറ്റർ കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ വാക്യൂം ഡാം നോക്കുകയാണെങ്കിൽ പുറത്ത് സ്ഥലങ്ങളിൽ അവർ MSലായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുരുമ്പടിക്കും. പക്ഷേ നമ്മൾ SSലാണ് കൊടുത്തിട്ടുള്ളത്. പൊതുവെ തൊഴുത്തൊക്കെ എപ്പോഴും കുറച്ച് ഈറനായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ SSലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തുരുമ്പടിക്കത്തൊന്നുമില്ല, ലോങ് ലൈഫ് ആയിരിക്കും. അടുത്ത് നമ്മൾ പശുവിൻ്റെ അകിടിലിടുന്ന ലൈനറും ടീത്ത് കപ്പും നോക്കുകയാണെങ്കിൽ ലൈനർ നമ്മൾ ഫുഡ് ഗ്രേഡബിളാണ് കൊടുത്തിട്ടുള്ളത്. അതും റബ്ബറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പശുവിന് ഇൻഫെക്ഷൻ ആകുക അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ടീത്ത് കപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SSലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തുരുമ്പടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് മൈൽഡ് സ്റ്റേജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നശിച്ചു പോകും. അടുത്ത് നമ്മൾ ക്ലോ നോക്കുകയാണെങ്കിൽ നല്ല ട്രാൻസ്പെറൻറ്റിൽ അത് നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിൽക്ക് ഫ്ലോ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് മോട്ടർ. നമ്മൾ ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പർ വൈൻഡിങ് മോട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഉണ്ടാകത്തില്ല, ലൈഫ് കൂടുതലായിരിക്കും. അടുത്ത നമ്മൾ പമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻബിൽഡ് ഓയിൽ പമ്പാണ് കൊടുത്തിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെയിൻസ് ഹൈലാമിലായിരിക്കും കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ നൈലോണിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തേഞ്ഞു പോണ ഇഷ്യൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഒരുപാട് ലൈഫ് ഉണ്ടാവും. നമ്മളിതിൽ NRV ടെക്നോളജി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാനിൽ പാല് നിറഞ്ഞു കഴിഞ്ഞാലും കറവ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആകും. നമുക്ക് ഈ മെഷീൻ 3 തരത്തിൽ യൂസ് ചെയ്യാം. എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മെഷീൻ അവിടെ വെച്ചിട്ട് നാനോ പോലെ, അതായത് ഒരു മെഷീൻ അവിടെ വെച്ചിട്ട് പശുവിനെ അടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ കറന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല, ട്രോളി പോലെ ഉന്തിക്കൊണ്ട് നടന്ന് പശു എവിടെയാണുള്ളത് അങ്ങോട്ട് പോയി നമുക്ക് കറക്കാം. അല്ലെങ്കിൽ നമുക്ക് പൈപ്പ് ലൈൻ വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫിക്സഡ് മിൽക്ക് മെഷീൻ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ ക്യാൻ നോക്കുകയാണെങ്കിൽ 22 ലിറ്ററിൻ്റെ ക്യാനാണ് കൊടുക്കുന്നത്. അതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാമേജ് ആണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മോട്ടറും പമ്പും തനിയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ മോണോ ബ്ലോയിങ് ടെക്നോളജി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മോട്ടറും പമ്പും നമ്മൾ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും. ഇനി ഈ മെഷീൻ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കറണ്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് UPSൽ വർക്ക് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് UPSും കറണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ മെഷീൻ വിളിച്ച് ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 20 പേർക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 6500 സ്പെയർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൂടാണ്ട് 15000 രൂപ ഡിസ്കൗണ്ടിലാണ് ഈ മെഷീൻ കൊടുക്കുന്നത്. അത് മാത്രമല്ല 5 വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഷീൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ കമ്പനി വന്നിട്ട് കോയമ്പത്തൂർ കോവിൽപ്പാളയാണ്. കമ്പനി നമുക്ക് മൺഡേ ടു സൺഡേ വർക്കിംഗ് ഡേ ആണ്. എപ്പോൾ വരുവാണ് നിങ്ങൾക്ക് മെഷീൻസ് എല്ലാം കാണാവുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഡെമോയും കാണാം. നമുക്ക് ഡെമോ പേഴ്സൺ ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതുകൂടാണ്ട് നമ്മുടെ കമ്പനി വന്നിട്ട് ഷൊർണൂർ സർവീസ് ബ്രാഞ്ചും ഉണ്ട്. അവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മെഷീൻസ് എല്ലാം കാണാവുന്നതാണ്. അതുകൂടാണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ ഈസി EMI മെഷീൻ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ മെഷീനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും EMI പറ്റി അറിയാനും ഓഫേഴ്സ് സ്വന്തമാക്കാനും ഉടനെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കൂ.